കണ്ണൂർ അയ്യങ്കുന്നിൽ കടുവ ഇറങ്ങിയതായി സംശയം. അങ്ങാടിക്കടവ് അട്ടയോളി മലയിൽ കടുവയെ കണ്ടു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശത്ത് പകുതി ഭക്ഷിച്ച കാട്ടുപന്നിയുടെ ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാർച്ച കേട്ടപ്പോൾ ഞാൻ ഒട്ടിട്ട് ഗെളിഞ്ഞു കിടക്കാന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി. അപ്പൊ എന്റെ പറമ്പ് ഇതിന്റെ തൊട്ട ആ സൈഡ് തന്നെയാണ്. ഇങ്ങ മാറി വന്നു നോക്കി കഴിഞ്ഞപ്പോൾ കുരങ്ങ് എന്നെ കണ്ടുകൊണ്ട് കുരങ്ങനെ ചാടിപ്പോയി. 10-15 കുരങ്ങുണ്ടായിരുന്നു. കുരങ്ങനെ ചാടിപ്പോയി. ഞാൻ നോക്കുമ്പോൾ ഒരു 2 മീറ്റർ 3 മീറ്റർ അകലമില്ല. അത്രയൊട്ട് കടുവ അങ്ങനെ കിടപ്പുണ്ട്. അത് കിടക്കുന്ന ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡിലൊരു കപ്പലാവുണ്ട്. ആ കപ്പലാവിക്ക് കാര്യം ഒരാൾ വരെ ഉള്ളൂ ചാടി കയറുന്നു. അപ്പോൾ ഈ പടക്കം കയറിയിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക. കയറി ഏറ്റവും വന്നാൽ പൊട്ടിക്കാൻ പടക്കം പൊട്ടിച്ചേറാമെന്നോട്ടുണ്ട് അവരായിട്ടിരുന്നു. ഒരു 20-25 മിനിറ്റ് പലരെയും വിളിക്കാൻ ഇവിടുന്ന് കൂവി, എന്നിട്ട് ആരും പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞ് അങ്ങാടിക്കടയിലേക്ക് പിന്നെ വിളിച്ച് ടൗണിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് വന്ന് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ അട്ടയോലി മല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കടുവയെ കണ്ടതായി അവിടുത്തെ പ്രദേശവാസി. അദ്ദേഹം ഒരു കർഷകനാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ഈ കൃഷിയിടത്തിൽ ഈ കുരങ്ങ് ശല്യമുണ്ട്, അതിനെ തുരത്തുന്നതിന് വേണ്ടി പോയ ഘട്ടത്തിലാണ് കൃഷിയിടത്തിൽ വെച്ച് ഈ കടുവയെ കണ്ടു എന്ന് പറഞ്ഞത്. അതിനുശേഷം മറ്റു നാട്ടുകാരെയും വനംവകുപ്പിനെയൊക്കെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. അതൊരു വനമേഖലയും ജനവാസ മേഖലയിലും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ ആ കൃഷിയിടങ്ങളുണ്ട്, അതിന് സമീപ വീടുകൾ ഉണ്ട്. അതിനൊരു വശത്ത് വനമേഖലയാണ്. അപ്പോൾ അത്തരത്തിൽ കടുവ ഇറങ്ങി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ഈ കർഷകൻ ഉറപ്പിച്ചു പറയുന്നു ആ കടുവയെ കണ്ടു എന്ന് തന്നെ പറയുന്നു. അതിനുശേഷം വനംവകുപ്പിന് വിവരം അറിയിച്ചു. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. വനംവകുപ്പിന്റെ ശ്രദ്ധയിൽ നിലവിൽ ആ കടുവ മുന്നിൽപ്പെടുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്തിട്ടില്ല. കൂടുതൽ പരിശോധനകൾ അതുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ് എന്നതാണ് വനംവകുപ്പ് പറയുന്നത്. അതിൽ ഇപ്പോൾ ഒരു കർഷകൻ മാത്രമേ ഈ കടുവയെ കണ്ടിട്ടുള്ളൂ. മുമ്പ് ഈ പ്രദേശത്ത് തന്നെ സമാനമായി കടുവയെ കണ്ടു എന്ന തരത്തിലുള്ള കർഷകർ പറയുകയും പിന്നീട് പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വനത്തോട് ചേർന്ന മേഖലയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് കൂടുതൽ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും ആ പ്രദേശത്തുള്ളവർ ഒരുപാട് ഉള്ള ഒരു സ്ഥലമല്ല, കൂടുതൽ ഈ കൃഷിയിടങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം പ്രാദേശിക ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ ആ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്.